നമസ്കാരം എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി ഫുട്ബോൾ കിക്ക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഗൈസ്, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചും ഇന്ത്യൻ സൂപ്പർ ലീഗിനെ കുറിച്ചുമുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ്, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഇന്നലെയായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് പഞ്ചാബ് FC മത്സരം നടന്ന കാര്യം നമുക്കറിയാം. ആ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഒരു വിജയം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മികച്ച പ്രകടനം തന്നെ മലയാളി താരങ്ങളുടെ ഭാഗത്തു നിന്ന് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ അഡ്രിയൽ ലൂണ, അതേപോലെ തന്നെ ഹെഡ് കോച്ചായ ഇവാൻ വുക്കോമനോവിച്ചൊന്നും ഇന്നലെ ഗ്രൗണ്ടിൽ പോലും നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു. ഇവാൻ ഒരു കളിയിൽ നിന്ന് വിലക്കുണ്ടായതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവാൻ ആശാനെ ആ മത്സരത്തിൽ കാണാൻ സാധിക്കാത്തത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഇന്നലെ ഡിമിട്രിയോസ് ഡയമൻഡോക്കോസ് ആയിരുന്നു പെനാൽറ്റിയിലൂടെ രണ്ടാം പകുതിയിൽ ഗോൾ നേടിക്കൊടുത്ത് വിജയം കരസ്ഥമാക്കിയത്. എതിരില്ലാത്ത ഒരു ഗോളിനാണ് വിജയം കരസ്ഥമാക്കിയത്. ഒരു ക്ലീൻ ഷീറ്റ് സച്ചിൻ സുരേഷിൻ്റെ പേരിൽ ഇപ്പോൾ ഉണ്ട്. എന്തായാലും ഇന്നലത്തെ മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മലയാളി താരങ്ങളെ എടുത്തു പറയേണ്ടതാണ്. വിപിൻ മോഹനൻ മികച്ച പ്രകടനം തന്നെയാണ് ഇന്നലത്തെ മത്സരത്തിൽ ഉടനീളം കാഴ്ചവെച്ചതും. അതേപോലെ തന്നെ ഒരു പെനാൽറ്റി കിട്ടിയെങ്കിൽ പോലും ബ്ലാസ്റ്റേഴ്സ് ആ പെനാൽറ്റിയിലൂടെയാണ് വിജയം കരസ്ഥമാക്കിയത്. ഇല്ലെങ്കിൽ മത്സരം സമനിലയിൽ അവസാനിക്കേണ്ടത് തന്നെയായിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ താരമായ അഡ്രിയൽ ലൂണ ഇന്നലെ ഇല്ലാത്തത് തന്നെ നഷ്ടം എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. അതേപോലെ തന്നെ ഇന്നലെ നമ്മൾ മത്സരത്തിൽ കണ്ടായിരുന്നു പഞ്ചാബ് FCയുടെ താരം റഫറിയോട് കയർത്ത് സംസാരിക്കുന്നതും കൈ തട്ടി മാറ്റുന്നതെല്ലാം. എന്നാൽ അതിനൊരു ശിക്ഷയും കൊടുത്തില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ആരാധകരുടെ ചോദ്യം. നമുക്കറിയാം, ബ്ലാസ്റ്റേഴ്സിൻ്റെ ഇവാൻ ആശാൻ ചെന്നൈയിൻ FC മത്സരത്തിൻ്റെ ശേഷം റഫറിയോട് എന്തോ ഒരു കാര്യം ചോദിച്ചതിനാണ് റഫറിക്ക് ഇഷ്ടപ്പെടാഞ്ഞിട്ട് ഒരു മത്സരത്തിൽ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നിട്ട് ഇന്നലെ റഫറിയുമായിട്ട് പഞ്ചാബ് FCയുടെ താരം അങ്ങനെ കാണിച്ചിട്ട് ഒരു ശിക്ഷ പോലും കൊടുത്തില്ല എന്നാണ് ആരാധകർ പറയുന്നത്. എന്തായാലും ഇത് രണ്ടും രണ്ട് നീതി എന്ന് തന്നെ എടുത്തു പറയേണ്ടി വരും. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കും.